நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ പോലീസ് അറിയാതിന്റെ ഹുങ്ക് എന്റെ വീട്ടുകാരോട് കാണിക്കുമല്ലേ? നീ എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യോ? എന്റെ അനിയത്തിയെ കോടതി ഏറ്റോ? എന്നെ കൊന്നിട്ടേ നിനക്കത് ചെയ്യാൻ പറ്റൂ. ഗിരിയേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ മിണ്ടരുത്. നീ എനിക്ക് മനസമാധാനം തരില്ല എന്ന് എന്തെങ്കിലും നേർച്ചെടുത്തിട്ടുണ്ടോ? എല്ലാ ദിവസവും അമ്മയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിക്കോണം. ഗിരിയേട്ടൻ, ഞാനല്ല, അമ്മ. പ്രശ്നം ഉണ്ടാക്കിയത് അമ്മയാണെന്ന് പറയാനായിരിക്കും. ഇത് ഞാൻ കുറെ ആയി കേൾക്കുന്നു. ഇനി അങ്ങനെ പറഞ്ഞാലേ എന്റെ നിയന്ത്രണം വിട്ടു. ഗിരിയേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേട്ടോ. ഗിരിയേട്ട, ചോര. അയ്യോ, മഞ്ജു. മഞ്ജുവിന് അടി കിട്ടി. മഞ്ജു, ചോര കണ്ട അപ്പ തലയിറങ്ങിക്കോണം. ഗിരി വിചാരിച്ച പോലെ അല്ലല്ലോ, കണ്ണിച്ചോരയില്ലാത്തവനാ. അവളെ അടിച്ച് ചോര വരുന്ന അവസ്ഥ വരെ എത്തിച്ചു. എന്തായാലും ഭാനുമ്മയ്ക്കും സ്വപ്നയ്ക്കും സന്തോഷാവും. വേഗം ചെന്ന് അറിയിച്ചേക്കാം. എന്തായി, ഓക്കെ ആണോ? തല കറങ്ങുന്നുണ്ടോ? ഇല്ല. എന്തൊരവസ്ഥയാ. മുറിവ് എനിക്ക് പറ്റിയാലും ശുശ്രൂഷ വേണ്ടത് നിനക്കാ. അയ്യോ, ഞാൻ കയ്യിൽ ബാൻഡേജ് ഒട്ടിച്ചേരാം. ഇന്നറിയാം അമ്മയുടെ മോൻ അമ്മയോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന്. അതിന് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. അവൻ എനിക്ക് വേണ്ടി ഏതറ്റം വരെയും പോവും. അമ്മയുടെ ഈ അമിതമായ ആത്മവിശ്വാസമാ എല്ലാത്തിനും കാരണം. ചേട്ടൻ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ ഞാൻ ആരെ വിശ്വസിക്കണം? നിന്നെയോ? എന്തായി? സംഗതി ഏറ്റ്. രണ്ടുപേരും നല്ല വഴക്കായി. ഗിരി എന്തൊക്കെയോ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്ത്. മഞ്ജു ആണെങ്കിൽ നിലവിളിയായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ എന്റെ മകന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം? അയ്യോ, ഞാൻ പോയി നോക്കിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോവാൻ നിക്കണ്ട. നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ വിഷയം തണുക്കത്തേ ഉള്ളൂ. നമുക്ക് സംഗതി ആളെ കത്തിക്കണം. അതിനവരെ വെറുതെ വിടുന്നത് തന്നെയാ നല്ലത്. രാവിലെ ആവുമ്പോഴേക്കും അവര് വഴക്ക് കൂടി പരസ്പരം മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും. അമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതിന്റെ കാരണം എനിക്കറിയാം. അതിന് ഞാൻ അമ്മയെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തില്ല. പോലീസിൽ നിന്നും ഇത്രയും ദുരനുഭവം ഉണ്ടായ ഒരു കുടുംബം ഒരു പോലീസുകാരിയെ വീട്ടിലെ അംഗമായിട്ട് സ്വീകരിക്കാൻ സമയമെടുക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അമ്മയോട് ഞാൻ അത്രയും ബഹുമാനത്തോടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. എന്നിട്ടാണോ നീ അമ്മയെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞത്? എനിക്ക് പറയാനുള്ളതും കൂടി ഗിരിയേട്ടൻ കേൾക്കണം. ഞാൻ അമ്മയോ സ്വപ്നയോ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവര് നുണ പറഞ്ഞാണോ? ഞാൻ വഴക്ക് കൂടിയത് കുഞ്ഞാറ്റയോടാ. അത് അമ്മയെ സ്വപ്നയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രശ്നം വഷളാക്കിയത് കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കും അറിയായിരുന്നു.
പക്ഷേ ഇത്ര പെട്ടെന്നുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവരെ മിണ്ടാതെ നിർത്താൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുഞ്ഞാറ്റെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുപോയി. നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകുന്നത്? അവര് പറയുന്ന ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചൂടെ? ഞാൻ അവര് പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കാറില്ല. പക്ഷേ മഹിമ എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല. മഹിമ പുറത്ത് ജോലിക്ക് പോകുന്നതിനെ പറ്റി അവരെന്തൊക്കെ വൃത്തികേടുകളാ പറഞ്ഞെന്ന് ഗിരിയേട്ടൻ അറിയോ? സഹി കെട്ടിട്ടാ ഞാൻ പ്രതികരിച്ചത്. സ്വപ്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഗിരിയേട്ടനെ സഹിക്കുമോ? ഇല്ല. പക്ഷെ സ്വപ്ന സ്വന്തം വീട്ടിലാ താമസിക്കുന്നത്. മഹിമയുടെ കാര്യം അങ്ങനെയല്ല. എന്റെ വീട്ടിൽ താമസിക്കുമ്പോ എന്റെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. അതിലാദ്യത്തെ നിയമം ഈ വീട്ടിലുള്ളവരെ ബഹുമാനിക്കണം, പ്രത്യേകിച്ച് എന്റെ അമ്മയെ. ഗിരിയേട്ടാ, ഞാൻ ഒരിക്കലും ഈ വീടിന്റെ ഭാഗമാവില്ല, അല്ലേ? അങ്ങനെ നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പോലീസ് ചെയ്തത് ഈ വീട്ടുകാർ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പോകുന്നില്ല. ഗിരിയേട്ടൻ എന്നെ എത്ര നിരുത്സാഹപ്പെടുത്തിയാലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അമ്മയും ഗിരിയേട്ടനും സ്വപ്നയൊക്കെ എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. അധികം വൈകാതെ തന്നെ ആ ദിവസം വരട്ടെ.